സീമകളെല്ലാം കടന്ന് ഭാരതാംബ ചിത്രവിവാദം. സംഘർഷഭൂമിയായി കേരള സർവകലാശാല ആസ്ഥാനവും. ഭാരതാംബ ചിത്രവിവാദത്തിൽ വഴങ്ങുന്നില്ല എന്ന നിലപാട് വ്യക്തമായി പ്രഖ്യാപിക്കുമ്പോഴും സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വ്യക്തമാക്കുന്നു. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്ന പേരിൽ ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയാണ് ഏറ്റവും ഒടുവിൽ ഭാരതാംബ ചിത്രവിവാദത്തിന് വേദിയായത്. ഭാരതാംബയുടെ ചിത്രം വച്ചതിന്റെ പേരിലുള്ള പ്രതിഷേധം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് SFI KSU പ്രതിഷേധത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഗവർണർ പറഞ്ഞു. ഏറ്റുമുട്ടലിന് ഇല്ലെന്നാണ് ഞാൻ വന്നപ്പോൾ പറഞ്ഞത്. അതിനർത്ഥം വഴങ്ങും എന്നല്ലെന്നും ഗവർണർ കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ പറഞ്ഞു. ആരെയും ലക്ഷ്യമിടാനില്ല. ഈ അടിയന്തര അവസ്ഥ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. താൻ ആരുടെയും ആദർശത്തെ എതിർക്കുന്നില്ല. തനിക്ക് തന്റേതായ വിശ്വാസമുണ്ട്. ഗവർണറെ പരിപാടി നടക്കുന്ന ഹാളിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരുന്നത് ജനാധിപത്യമാണോ എന്ന് ഗവർണർ ചോദിച്ചു. നാം ശരിക്കും ജനാധിപത്യ കാലത്താണോ അതോ ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ കാലത്താണോ ജീവിക്കുന്നത്? നമുക്ക് സഹിഷ്ണുതയില്ലേ? നാം സഹിഷ്ണുത പാലിച്ചേ മതിയാകൂ എന്നും ഗവർണർ പറഞ്ഞു. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ചിത്രം സ്ഥാപിച്ചതോടെ മതചിഹ്നമെന്നാരോപിച്ചാണ് രജിസ്ട്രാർ പരിപാടിക്ക് അനുമതി നിഷേധിച്ചത്. എന്നാൽ SFIയുടെയും KSUവിന്റെയും വൻ പ്രതിഷേധം വകവയ്ക്കാതെ ഗവർണർ പരിപാടിക്കെത്തി. ഗവർണറെ തടയുമെന്ന നിലപാടിൽ ഇടത് KSU പ്രവർത്തകരും പ്രതിഷേധിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. എന്നാൽ സെനറ്റ് ഹാളിനുള്ളിൽ പരിപാടി തടസ്സമില്ലാതെ നടന്നു. വൻ പ്രതിഷേധത്തിനിടയിലും ഗവർണർ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഗവർണറെ പുറത്തു കടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടുമായി SFI പ്രവർത്തകർ പുറത്ത് നിലയുറപ്പിച്ചു. RSSന്റെ തറവാട്ട് സ്വത്തല്ല രാജ്ഭവൻ എന്നെഴുതിയ ബാനർ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു SFI പ്രതിഷേധം. ഭാരതാംബ ചിത്രം സർവകലാശാല ചട്ടത്തിന് എതിരാണെന്നും അനുവദിക്കാനാകില്ല എന്നും ഉള്ള നിലപാടിലാണ് സർവകലാശാല രജിസ്ട്രാർ സ്വീകരിച്ചത്. ചട്ടം പാലിക്കുമെന്ന് സംഘാടക സമിതി ഒപ്പിട്ട് നൽകിയതാണെന്നും നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും രജിസ്ട്രാർ വ്യക്തമാക്കി. പരിപാടി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായ നടപടിക്രമങ്ങൾ അറിയിച്ചിരുന്നുവെന്നും മതചിഹ്നങ്ങൾ പാടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നുവെന്നും രജിസ്ട്രാർ പറയുന്നു. ചിത്രം മാറ്റിയില്ലെങ്കിൽ ഗവർണറെ തടയുമെന്ന് SFI അറിയിച്ചതിനെ തുടർന്ന് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു. പ്രതിഷേധത്തിനിടെ പരിപാടി റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചെങ്കിലും പിന്നാലെ ഗവർണർ എത്തുമെന്ന് അറിയിപ്പ് വന്നു. ഇതോടെ SFI പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി. പരിപാടിക്ക് ശേഷം ഗവർണറെ മറ്റൊരു വഴിയിലൂടെയാണ് പോലീസ് പുറത്തെത്തിച്ചത്. ABVP പ്രവർത്തകർ കൂടി രംഗത്തെത്തിയതോടെ സെനറ്റ് ഹാളിൽ വൻ സംഘർഷം അരങ്ങേറി. KSU പ്രവർത്തകരും പ്രതിഷേധിച്ചു. SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉന്തം തള്ളുമുണ്ടായി. ഇതിനിടെ ഗവർണർ സർവകലാശാല ആസ്ഥാനത്തെത്തി പരിപാടിയിൽ പങ്കെടുത്തു. മുദ്രാവാക്യ വിളികളോടെയാണ് BJP ABVP പ്രവർത്തകർ ഗവർണറെ സെനറ്റ് ഹാളിലേക്ക് ആനയിച്ചത്.